ഷാജു, നമുക്കിന്ന് വേറെ പരിപാടി ഒന്നും ഇല്ല എന്തായാലും. നീ ഒരു പാട്ട് പാടിയടാ, എന്തായാലും പറഞ്ഞ് നടക്കല്ലേ. പാട്ടോ? ഈ സമയത്തോ? ഒരു പാട്ട് ഓർമ്മയിൽ വരുന്നുണ്ട്. ചെണ്ടുമല്ലിപ്പൂ പാടാം. ഒന്ന് പാടിയേ, നീ നിന്നേ നോക്കട്ടെ. പാട് പാട് പാട്. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അന്ന് നമുക്കൊരു ചെണ്ടുമല്ലിത്തോട്ടം കണ്ടിട്ട് അങ്ങോട്ട് പോയാലോ? പോവാലോ. നമസ്കാരം, ഞാൻ പ്രദീപ് തൈലാണ്. ഇന്ന് ഞാനുള്ളതേ കോടശ്ശേരി വനസംരക്ഷണ സമിതിയുടെ കീഴിലുള്ള വലിയൊരു ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ്. ചട്ടിക്കുളത്തെ തടിരുപ്പിയോട് ചേർന്നുള്ള പാർക്കിനകത്തെ ഒരേക്കറിലധികം വരുന്ന സ്ഥലത്താണ് മനോഹരമായ ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തില് അത്രയേറെ പൂക്കൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കാണ്ട് ചെടികള്. ഇവിടെ നിറയെ പൂമ്പാറ്റകളും എല്ലാം ഉണ്ട്. ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഗൃഹാതുരമായ എത്രയോ ഓർമ്മകളുമായാണ് നമ്മൾ ഓണത്തെ വരവേൽക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഓണം. വിളവെടുപ്പ് മഹോത്സവമായി നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇവിടുത്തെ 16 അംഗങ്ങൾ ചേർന്ന് തുടക്കമിട്ട ചെണ്ടുമല്ലി കൃഷിയാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. ഈ 16 അംഗങ്ങളുടെയും 2.5 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ ഒരുക്കി കൊടുത്ത ചരിത്രമാണ് ഇവിടെയുള്ളവർക്കുള്ളത്. നഗരവനം പദ്ധതിയുടെ ഭാഗമായാണ് ഇത്രയും വലിയൊരു ഉദ്യാനം ഇവർ ഒരുക്കിയത്. ഈ തോട്ടത്തിലേക്ക് വരുമ്പോൾ എവിടെ നോക്കിയാലും നിറയെ ചിത്രശലഭങ്ങളാണ്. ഓണത്തിന് ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത പൂക്കളാണ് കാശിത്തുമ്പയും ഉണ്ടപുഷ്പവും. അതും ഈ കൂട്ടത്തിനിടയിൽ തന്നെ ഉണ്ട്. ഇത്രയും നല്ല ഒരു പൂന്തോട്ടം ഒരുക്കിയ 16 പേരില് 2 പേര് ഇവിടെ വേറെ ഉണ്ട് കേട്ടാ. തങ്കമണി ചേച്ചി, നല്ല തിരക്ക് പണിയിലാണല്ലോ. ഇപ്പൊ സമയം നോക്കിയാൽ 6 മണിയായി. വൈകിട്ട് 6 മണിയായി. 6 മണിയായിട്ട് പൂവാതി പൂന്തോട്ടത്തിൽ തന്നെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നവരൊക്കെ. തങ്കമണി ചേച്ചി, ഇങ്ങനെ ഒരു പൂക്കൃഷി ചെയ്തതില് എങ്ങനെയുണ്ട്? സന്തോഷാണോ? സന്തോഷാണ്. എന്താ എത്ര സന്തോഷിക്കാൻ കാരണം? അത് നമുക്ക് ഈ അടുത്ത ഓണല്ലേ പറഞ്ഞത്, ഓണം അടുത്ത് വരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല പൂ, നമ്മുടെ തമിഴ്നാട്ടിലെ പൂവല്ല, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പൂ തന്നെ കൊടുത്ത് അത് നമ്മുടെ ചട്ടിക്കുളത്ത് പൂവേണം. അതെ, ചട്ടിക്കുളം ഈ പൂക്കൃഷിക്ക് കൂടി പേര് കേൾക്കാൻ പോവാണ് കേട്ടോ. ഓണത്തിന് അത്തത്തോടനുബന്ധിച്ച് പൂക്കളം ഇട്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കുറെ പേരുടെ അധ്വാനാണ് ഇതിനെ ഇത്രയും നല്ലൊരു പൂന്തോട്ടമാക്കി മാറ്റിയത്. ഞാൻ മുൻകൈ എടുത്ത ഒരാള് നമ്മളോട് കൂടെയുണ്ട്. ഈ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ വിൽസൺ പാറോട്ടി. വിൽസൺ ചേട്ടാ, കുറെ പൂക്കള് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാണ്? എന്തുകൊണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച പൂക്കൾ കൊണ്ട് ഒരു ഓണം ആഘോഷിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത്. പലപ്പോഴും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളും പച്ചക്കറികളും കൊണ്ട് ആണ് നമ്മൾ ആഘോഷിച്ചിരുന്നത്. ഇതിനിടയിൽ ഇടവിളയായിട്ട് നിങ്ങൾ പച്ചക്കറി കൃഷി കൂടെ ചെയ്തിരുന്നു എന്ന് കേട്ടിരുന്നു. പൂവിന് അധികം സൂര്യപ്രകാശം വേണം. അപ്പൊ അതിന്റെ ഒഴിവ് വരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ അധികം സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ പച്ചക്കറിയും പൂവും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിക്കാണ് നമ്മൾ തുടക്കമിട്ടത്. ഇവിടെ വരുന്നവർ ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് കാശിത്തുമ്പ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. വരും കാലത്ത് ഈ ചെടിയും വിസ്മൃതിയിലേക്ക് പോകില്ലെന്ന് ആര് കണ്ടു? ഇത്രയും പൂവൊക്കെ കിട്ടിപ്പോയി മനസ്സിന് നല്ല സന്തോഷമില്ലേ? പിന്നെ ഭയങ്കര സന്തോഷാണ്. ഇനി ഇതൊക്കെ ചെറിയ കുട്ടികളും കുടുംബത്തോടെയൊക്കെ വന്നിട്ട് പൂവൊക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ട് അവരുടെ മുറ്റത്ത് വലിയൊരു പൂക്കളൊക്കെ ഇടുമ്പോ അതല്ലേ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും സന്തോഷം. അതെ അതെ, ഏറ്റവും സന്തോഷം. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഞങ്ങൾ പൂ വാങ്ങിക്കാൻ പോയപ്പോ ഭയങ്കര വിലയായിരുന്നു. ഈ കൊല്ലം വനസംരക്ഷണ സമിതിയുടെ പേരിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി. പാർക്കിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഈ പൂക്കളൊക്കെ വന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് വന്നുകൊണ്ട് എപ്പോ വേണേലും വന്ന് കാണാം. 8 മണി തുടങ്ങി, രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെ എപ്പോ വേണേലും വന്ന് കാണാം. പിന്നെ ഇനി ഓണം ആയി കഴിഞ്ഞാൽ, ഓണം എന്ന് പറയുന്നത് അത്തം കഴിഞ്ഞ് തുടങ്ങി ഓണം വരെ, അത് അത്തം തുടങ്ങി ഓണം വരെ രാത്രി 8 മണി വരെ കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ചേട്ടാ, ഇത് വീഡിയോ കണ്ടുവരുന്ന ആരെങ്കിലേ
ഇപ്പൊ ഈ മൊത്തം പൂവിന് വില പറഞ്ഞെടുക്കാൻ തയ്യാറായാലേ അങ്ങനെ കൊടുക്കോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാ വീടുകൾക്കും ഇത് ആവശ്യമാണ്. അപ്പൊ എല്ലാ ഏത് വീട്ടുകാർ വന്നാലും കൊടുക്കുക എന്നുള്ളതല്ല. കുറഞ്ഞ വിലയില് നമ്മുടെ നാട്ടിലെ കുറഞ്ഞ വിലയില് മുറ്റങ്ങളില് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അത്തം മുതൽ ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങാനും ഇവിടെ സന്ദർശിച്ച് ഈ പൂക്കളൊക്കെ കണ്ട് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. വലിയൊരു ചെണ്ടുമല്ലിത്തോട്ടത്തിലൂടെ നടക്കാനും അല്ലെങ്കിൽ പൂക്കളെ പറ്റി അറിയാനും. ഇവിടെ വേറെ കുറെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കാണാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ സംഘാടകര്. ഈ വർഷം ഇതൊരു സാമ്പിള് മാത്രമാണ്. അടുത്ത വർഷം നോക്കിക്കോ, ഞങ്ങൾ പൊരിക്കും, തീർച്ചയായിട്ടും പൊരിക്കും. എല്ലാവരും പൂ മേടിക്കാൻ മറക്കാതെ വരണം. ഹാപ്പി ഓണം.